നമ്മളിന്ന് സിഗരറ്റ് സ്മോക്കിങ്ങിനെ കുറിച്ചാണ് കുറച്ച് പറയാൻ പോകുന്നത്. നമ്മൾ സിഗരറ്റ് വലിക്കുക പലപ്പോഴും തോന്നും അതൊരു ചെറിയൊരു ഹാബിറ്റാണ് എന്ന് തോന്നും. എന്താ പറയുക, ഓക്കെ ഇത് ഹാബിറ്റില്ല, നിങ്ങൾക്ക് നിർത്തിക്കൂടെ, എന്താണ് നിർത്താത്തത്? ഈ വലിക്കാത്ത ആൾക്കാർക്ക് വലിക്കുന്ന ആൾക്കാരോടൊരു പുച്ഛം ഉണ്ടാകും. പക്ഷെ നമ്മളിത് ഡീറ്റെയിൽഡായിട്ട് നോക്കുന്ന സമയത്ത് ഇത് ചെറിയൊരു ഹാബിറ്റ് അല്ല, ഇറ്റ്സ് എ ന്യൂറോ ബയോളജിക്കൽ അഡിക്ഷൻ. അതായത് ഹാബിറ്റായിട്ട് തള്ളിക്കളയേണ്ട ഒരു ചെറിയൊരു കാര്യമല്ല ഈ നിക്കോട്ടിൻ അഡിക്ഷൻ. പ്രധാനമായിട്ടും ആദ്യം സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റത്തിനെയാണ് ഇത് ആദ്യം എഫക്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മീസോലിംബിക് റിവാർഡ് സിസ്റ്റം ഉണ്ട്, അവിടെ ഓരോ സിഗരറ്റ് വലിക്കുമ്പോഴും ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാകുന്നു. ഈ ന്യൂക്ലിയസ് അക്യുംബൻസ് എന്നൊക്കെ പറഞ്ഞ ബ്രെയിനിലെ പാർട്ടിലാണ് ഇത്തരം ഡോപ്പമിൻ ഹൈക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം ഡോപ്പമിൻ ഹൈക്ക് ഉണ്ടാകുന്നു, അപ്പോൾ നമ്മുടെ റിവാർഡ് സിസ്റ്റം, അതിൻ്റെ റിവാർഡ് സിസ്റ്റം തന്നെ റീവയർഡ് ആകുന്നു. അപ്പോൾ ഓരോ സ്മോക്ക് വലിക്കുമ്പോഴും ഡോപ്പമിൻ ഹൈക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു പീരീഡ് കഴിയുമ്പോൾ ഡോപ്പമിൻ്റെ നോർമൽ റേഞ്ച് മാറുന്നു. ഒരു സമയം കഴിയുമ്പോൾ നിക്കോട്ടിൻ ഇല്ലാതെ ഒരു നോർമൽ സ്റ്റേറ്റ് ഉണ്ടാകാത്തൊരവസ്ഥ വരും. അതൊന്ന്. പിന്നെ ന്യൂറോ അഡാപ്റ്റേഷൻ ഉണ്ടാകുന്നു, അത് നമ്മൾ ടോളറൻസ് ആകുന്നു, ഡിപ്പെൻഡൻസ് ഉണ്ടാകുന്നു. പേഷ്യൻ്റ് വളരെ ഓരോ സമയത്ത് വലിക്കുമ്പോൾ എന്താ പറയുക, ഈ ബ്രെയിനിലുള്ള നിക്കോട്ടിനിക് അസറ്റിക്കോളിൻ റിസപ്റ്റേഴ്സൊക്കെ അതൊക്കെ ഹൈലി സെൻസിറ്റീവ് ആകുന്നു. നമുക്കൊരു നോർമൽ റിവാർഡ് കിട്ടുമ്പോൾ അതൊരു റിവാർഡായിട്ട് പോലും തോന്നില്ല. അത്രത്തോളം സിഗരറ്റ് നമ്മുടെ ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ അത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫാസ്റ്റ്നെസ്, ഇത് എത്ര പെട്ടെന്നാണ് ബ്രെയിനിലേക്ക് എത്തുന്നത്. 10 സെക്കൻഡിനുള്ളിലൊക്കെയാണ് അത് ബ്രെയിനിലേക്ക് എത്തുന്നത്. അതായത് നമ്മളിപ്പോൾ IV ഫ്ലൂയിഡ്സ് കൊടുക്കുന്നത് പോലെ അത്രയും ഫാസ്റ്റായിട്ടാണ്, ഒരു 10 സെക്കൻഡിനുള്ളിലൊക്കെ ബ്രെയിനിലേക്ക് എത്തുന്ന രീതിയിലാണ് ഒരു സിഗരറ്റ് സ്മോക്കിങ്ങിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അത്രയും ഇതൊരു ചെറിയൊരു അഡിക്ഷനായിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എല്ലാ മാർക്കറ്റിലും എല്ലാ പെട്ടിക്കടയിലും കിട്ടുന്നൊരു സാധനം എന്തിനാണ് ഇവന്മാർ വലിക്കുന്നതെന്ന് നമുക്കിങ്ങനെ ചെറിയൊരു രീതിയിൽ ഇത് പറയേണ്ട ഒരു സാധനം അല്ലത്. അത് വലിക്കുന്നതിന് 10 സെക്കൻഡിനുള്ളിൽ ബ്രെയിനിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ തന്നെ അത് അഡിക്ഷൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഡോസ് നമുക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് ഗാംബ്ലിംഗ് പോലെയാണ് സിഗരറ്റ് സ്മോക്കിങ്. അത് എല്ലാ പ്രാവശ്യം വലിക്കുമ്പോഴും നമുക്ക് ഒരേ ഹൈ കിട്ടണമെന്നില്ല. ഇപ്പോൾ 4-5 സിഗരറ്റ് വലിച്ചതിന് ശേഷം ചിലപ്പോൾ 5ാമത്തെ സിഗരറ്റിലായിരിക്കും പെർഫെക്റ്റ് ഹൈ വരുന്നത്. അപ്പോൾ ഒരു ഗാംബ്ലിംഗ് എഫക്റ്റ് ബ്രെയിനിലുണ്ടാവും. ഓക്കെ, ഈ സിഗരറ്റ് വലിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രോപ്പർ ഹൈ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ഗാംബ്ലിംഗ് എഫക്റ്റിൽ തന്നെ പിന്നെയും വലിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ വേറെ പ്രശ്നം സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് ആണ്. അതായത് മൂഡ് റെഗുലേറ്റ് ചെയ്യാൻ, ആങ്സൈറ്റി, ഇറിറ്റബിലിറ്റി, ഫ്രസ്ട്രേഷൻ, ബോർഡം, ലോൺലിനെസ്, അതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗരറ്റ് വലിക്കാറുണ്ട്. അപ്പോൾ ഇത് സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് വരെ ഉണ്ടാവും. പിന്നെ ഇത് വേറൊരു തമാശ എന്ന് പറഞ്ഞാൽ, ഇത് ഹാബിറ്റ് ഫോമിംഗ് ആണ്. ലൈക്ക് നമ്മുടെ ഡേ ടു ഡേ ഹാബിറ്റ്സിൽ ഇത് ഇൻവോൾവ് ആകും. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം, ഫ്രണ്ട്സുമായിട്ട് നടക്കാൻ പോകുന്ന സമയത്ത്, ചായ കുടിക്കുന്ന സമയത്ത്, ഉറങ്ങി എണീക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇതൊരു ക്യൂ. അതായത് ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് നിക്കോട്ടിൻ്റെ ഇത് പോയാൽ പോലും നാളെ ചായ കുടിക്കുമ്പോൾ വലിക്കണോ വേണ്ടയോ എന്നുള്ള ചിന്ത വരും. അപ്പോൾ സൈക്കോളജിക്കലി ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ 3-4 മെക്കാനിസം ഒരേ സമയത്ത് ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒന്ന് ന്യൂറോളജിക്കൽ കണ്ടീഷനിങ്, ബ്രെയിനിൻ്റെ അഡിക്ഷൻ, ആ ഡിപ്പെൻഡൻസ് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ സൈക്കോളജി വഴി ഉള്ള ഡിപ്പെൻഡൻസ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നെ ഇതിൻ്റെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ വിഡ്രോവൽ സിംറ്റംസ് വളരെ ഹൈ ആണ്. ടെമ്പററി ആണെങ്കിലും ഹൈ ആണ്. നമ്മൾ ഇറിറ്റബിൾ ആയിരിക്കും, റെസ്റ്റ്ലെസ് ആയിരിക്കും, നമുക്ക് ദേഷ്യം വരും. അപ്പോൾ അത് ഓവർകം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ ബ്രെയിൻ റീസെറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല. നമ്മളത് ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് കാരണം വിശപ്പ് കൂടും. നമ്മൾ വീണ്ടും വിഡ്രോവൽ സിംറ്റംസ് ഒഴിവാക്കാൻ വേണ്ടി വീണ്ടും നമ്മളൊരു സിഗരറ്റ് വലിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെക്കാനിസംസ് ഒരേ ടൈം ബ്രേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ആണ്. നമ്മളൊരു സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് ഇത് ജസ്റ്റ് ഒരു ഹാബിറ്റ് മാത്രമല്ല, കോപ്പിംഗ് മെക്കാനിസമാണിത്. സ്വന്തമായിട്ടൊരു ടൂള് നഷ്ടപ്പെടുന്ന പോലെയാണ്. അവരെ ആങ്സൈറ്റീസും എല്ലാം ഇത് കൺട്രോൾ ചെയ്തു എന്ന് വിചാരിക്കുന്നത് ഈ ഒരു ടൂൾ വഴിയാണ്. അപ്പോൾ ഇതില്ലാതാവുക എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അവരെ സൈക്കോളജിക്കലി അത് എഫക്റ്റ് ചെയ്യും, നെർവസ് സിസ്റ്റത്തിനെ അത് എഫക്റ്റ് ചെയ്യും. നെർവസ് സിസ്റ്റത്തിന് ഇതില്ലാതെ പറ്റാത്തൊരവസ്ഥയിൽ ഇതിനൊരു എന്താ പറയുക, നമ്മളൊരു മെഡിക്കൽ സയൻസ് വഴി അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ ഈ അഡിക്ഷൻ ക്യാൻ ബി കമ്പയർഡ് ടു ഹെറോയിൻ ആൻഡ് കൊക്കെയിൻ. അത് ഇൻടോക്സിക്കേഷൻ ലെവലല്ല,
നമ്മൾ ഹെറോയിൻ കൊക്കൈൻ ഉപയോഗിക്കുന്ന പോലെ നമ്മളിത് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കും. ഒരു ദിവസം അതിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. അതായത് റിലാപ്സ് വളരെ കൂടുതലാണ്. ഹെറോയിനും കൊക്കൈനും പോലെ തന്നെ സിഗരറ്റ് സ്മോക്കിംഗ് നിർത്താൻ ശ്രമിക്കുന്നവർക്ക് റിലാപ്സ് വളരെ കൂടുതലാണ്. സ്പീഡ് 10 സെക്കൻഡിനുള്ളിൽ ബ്രെയിനിൽ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡും വളരെ കൂടുതലാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് ക്വിറ്റ് ചെയ്യാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അയാൾ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഡീപ്പ് റൂട്ടഡ് ആയിരിക്കുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ക്വിറ്റിംഗ് ഈസ് നോട്ട് ഈസി, ബട്ട് ക്വിറ്റിംഗ് ഈസ് പോസിബിൾ. പക്ഷേ അതിൻ്റെ ഡീപ്പ് റൂട്ടഡ് കോഴ്സ് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇതൊരു ജസ്റ്റ് ഒരു ഹാബിറ്റായിട്ട് തള്ളിക്കളയരുത്.